ഹലോ, ഞാൻ നിങ്ങളുടെ ആയന. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നതെന്നല്ലേ. നമ്മുടെ സണ്ണിയും അമ്മായിയമ്മയും ഒരു മുറിയിലായിട്ട് എലിസബത്തിൻ്റെ സീൽക്കാരത്തോടു കൂടി കഥ അവസാനിച്ചതല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തുടങ്ങിയാലോ. ആ സീൽക്കാരങ്ങളൊക്കെ മുഴങ്ങി തുടങ്ങിയപ്പോൾ സ്നേഹം നിറഞ്ഞ വാക്കുകളാണ് എവിടെ. ചക്കര, പഞ്ചാര, പൊന്നെ എന്നൊക്കെ അങ്ങനൊരു ഒരു ഒരു ഒന്നാം തര കാഴ്ച തന്നെ അമ്മയമ്മയുടെ നിന്ന് സണ്ണിക്കുട്ടൻ കണ്ടു. ആ കാഴ്ച അത് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അത് കണ്ടപ്പോൾ എന്ത് സുഖമായിരുന്നെന്നറിയും. പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് വിവരിക്കുന്നില്ല. എന്നാലും കഥ മുഴുവൻ കേൾക്കാണ്ട് പോരുതേ. കഥ കേട്ട് തീരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ തുടർന്ന് റോസിയാണെങ്കിൽ നല്ലവണ്ണം ആവുന്നുണ്ട്. അവൾ നല്ലവണ്ണം താക്കുന്നുണ്ടെന്ന് അത് കാണുമ്പോൾ തന്നെ പറയാം. ആളാണല്ലോ മുൻകൈ എടുത്തതും. അങ്ങനെ എലിസബത്ത് വിശന്ന് കാത്തിരിക്കുന്നത് ആ സീനിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവസാനം എഴുന്നേറ്റു. ഏത് സീനാന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ താഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ എലിസബത്ത് ചോദിച്ചു, എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ചുമ്മാ ആക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ ലിസി? ഒന്നിതാക്കാൻ കൂടി ഉള്ളിലേക്കൊക്കെ ആക്കണ്ടേ? വെരി ഗുഡ്. അത് കേട്ടപ്പോൾ ആളുടെ മുഖമൊന്ന് വിടർന്നു. ഞാൻ റോസിയുടെ അവിടേക്ക് സമമായിട്ട് അതിനെ ഒന്ന് നിർത്തി ഒരു കൂത്തങ്ങ് കൊടുത്തു. ഇപ്പോൾ പഴയ പോലൊന്നുമല്ല. ആ നല്ലവണ്ണം സാവധാനം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഏതാണ്ട് പകുതിയോളം അകത്ത് പോയിട്ടുണ്ട്. അതിങ്ങനെ അകത്ത് കിടന്നപ്പോൾ എന്താ തോന്നുന്നത് എന്നതിനേക്കാൾ അത് എലിസബത്തിൽ വരുത്തുന്ന ആ ഒരു ഇതിനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവളാണെ കത്തിക്കയറുക. ആ കനത്ത ഇതുമേ അതിങ്ങനെ വേഗത്തിലാക്കുമ്പോൾ എന്ത് സുഖമായിരിക്കുമല്ലേ. എലിസബത്തിൻ്റെ കണ്ണ് രണ്ടും വെളിയിലേക്ക് തള്ളിപ്പോയി. മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അച്ഛന്നുള്ള വിളികളാണ്. അതേതാണ്ട് മുഴുവനും ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ തുടങ്ങി. ഞാനൊരു ഭയത്തോടു കൂടി എലിസബത്തിനെ നോക്കി. എടി ലേസി, ഞാൻ വിളിച്ചു. റോസി എങ്ങാനും കണ്ടാൽ തീർന്നില്ലേ. അങ്ങനെ അതിലൊക്കെ നല്ലവണ്ണം ആക്കിയിട്ട് എവിടെയൊക്കെ ആക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ റോസി പശുവിൻ്റെ കയ്യിലൊക്കെ എലിസബത്ത് അവിടെ നിന്നിട്ട് ഇളക്കിയിതാക്കല്ലേ. അതെങ്ങാനും ശരിക്കൊന്ന് ഇളക്കിയൊന്ന് തിരിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എനിക്കിതില്ലാണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോഴാണ് പറയുന്നത് ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ. എന്തായാലും ഞാൻ പായൊക്കെ മാറ്റി ശരിക്കും റോസിയുടെ അവിടെ നല്ലവണ്ണം ഇതാക്കി. അതനുസരിച്ചിട്ട് എനിക്കൊന്ന് രസം കയറി. എലിസബത്തും ജീവിതത്തിൽ ഇതുവരെയും കിട്ടാത്തൊരു ആ ഒരു ഇത് കാഴ്ച കണ്ട് നല്ലവണ്ണം ഇളക്കി നിൽക്കുക. അതുപോലെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമെന്ന് വരെ സംശയമായി. അത്ര വേഗത്തിലാണ് അങ്ങ് അറ്റം ഇൻ്റർനാഷണൽ ഇതില്ലേ അത് കിട്ടിയ പോലെ. എന്തായാലും റോസിയെ സമ്മതിക്കണം. കടിയിലച്ച് അതൊക്കെ ഒന്ന് നല്ലപോലെ ആക്കിയിട്ട് ഒന്നും അണ്ടാണ്ട് നൈസായിട്ടങ്ങനെ നിന്ന് തരികയല്ലോ. അവസാനം ഞാൻ എല്ലാം കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കിയ നിമിഷം എലിസബത്തിൻ്റെ അതും അതിച്ചത്തിലായി. ഇതുവരെ ഉണ്ടാക്കാത്ത ഒരിതില്ലേ അതൊക്കെ ഉടലെടുത്തു. അവസാനം അങ്ങറ്റം ആവുന്നായപ്പോൾ ഒരു സുന്ദരമായൊരു മുഖം കൂട്ടി. അതാ എലിസബത്ത്.
അവളുടെ ഏതൊരു ഫാൻറ്റസി നടത്തിക്കൊടുക്കുന്ന കാര്യത്തിൽ എന്തോ എനിക്ക് വല്ലാത്ത ആനന്ദമായിരുന്നു. ഇത്രയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എലിസബത്ത് വിവാഹത്തിന് ശേഷം വിശ്വസ്തയായ ഭാര്യ തന്നെയായിരുന്നു. അതിൻ്റെ ആഴറിഞ്ഞ ആദ്യ നാളുകളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം അവൾ തീരുമെന്നൊക്കെ ഓർത്ത് മറ്റൊരു ഭയം. അതിൻ്റെയൊക്കെ ഒരു പെൺരൂപമായ എലിസബത്ത് തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ച് ചാൻസ് കിട്ടാതിരിക്കുന്ന ഒരു വഴിയുമില്ല. വേണമെന്ന് വെച്ചാൽ ദിവസവും കിട്ടും താനും. നല്ല കിണ്ണം കാച്ചിയ പോലുള്ള ആണുങ്ങൾ. എവിടെ പോയാലും ആണുങ്ങൾ ഈച്ച പൊതിയുന്നത് പോലെ അവളെ പൊതിയുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള എലിസബത്തിനാണോ കിട്ടാൻ പഞ്ഞം അല്ലേ? പക്ഷേ എൻ്റെ എല്ലാ ഭയവും അസ്ഥാനത്താക്കി ഇന്ന് വരെ നല്ലൊരു ഭാര്യയെ അവൾ തുടർന്നു. എന്തിനാ സണ്ണി ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങളുടെ ആദ്യത്തെ വാർഷികത്തിന് എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. നഗരത്തിലെ ഏറ്റവും മുന്തിയ റെസ്റ്റോറൻറ്റ് ഡിന്നർ കഴിക്കാൻ മുഖാമുഖരിക്കവേ ആ ചോദ്യം. കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ലൈഫ് അറിയാവുന്നത് കൊണ്ട് സണ്ണിക്ക് ശരിക്കും പേടിയുണ്ടല്ലേ ഞാൻ പിന്നെയും അതുപോലെ ആകുമെന്ന് അല്ലേ? ഞാനൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ സങ്കല്പത്തിലെ പുരുഷനെ എനിക്ക് ഭർത്താവായി കിട്ടിയത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സങ്കടപ്പെടുത്താത്ത, എന്നെ കെയർ ചെയ്യുന്ന, എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന എൻ്റെ സ്നേഹമുള്ള ഭർത്താവ് സണ്ണി. എന്നെ കേൾക്കുന്നു, എന്നെ പരിഗണിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ സന്തോഷിപ്പിക്കുന്നു. ഇതൊക്കെ നശിപ്പിച്ച് ഞാൻ മറ്റൊരാളെ തേടിപ്പോകുമെന്ന് സണ്ണി വിചാരിക്കുന്നു. പക്ഷേ ലിസി, ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. കല്യാണത്തിന് മുമ്പും അത്ര ആണുങ്ങളുടെ അത്രയൊക്കെ അറിഞ്ഞിട്ട് പെട്ടെന്നൊക്കെ അത് ഇല്ലാണ്ടാ. കല്യാണത്തിന് മുമ്പ് ഞാൻ അതാക്കിയ കാര്യമാണോ സണ്ണി പറയണേ? മന്ത്രിക്കുന്ന സ്വരത്തിൽ അവൾ പച്ചക്കിങ്ങ് ചോദിച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങിയത് എൻ്റെ തോന്നലല്ല. അതെ, അത് മാത്രമല്ല, പിന്നെ നീ പറഞ്ഞിട്ടില്ലേ അവരുടെയൊക്കെ എൻ്റെനേക്കാൾ. അതൊക്കെ ഞാനൊന്ന് ഓർത്തതാ സണ്ണി, അവൾ പുഞ്ചിരിയോടെ ശാസിക്കുന്ന സ്വരത്തിൽ വിളിച്ചു. പിന്നെ ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി എന്നെ ഒന്ന് ഇതാക്കി. ഞാൻ പറയുന്നതെന്ന് കേക്ക്. പിന്നെ അവിടെ ശബ്ദം താഴ്ത്തി ചൂടുള്ള സ്വരത്തിൽ തുടർന്നു. സണ്ണിയുടെ അത് അല്ലേ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? പച്ചയ്ക്ക് പറഞ്ഞ എന്നാ കുഴപ്പം? നമ്മൾ ഭാര്യഭർത്താക്കന്മാരല്ലേ. ചെറുതൊക്കെ തന്നെയാ, പക്ഷേ അതിനിപ്പോൾ എന്താ? കഴിഞ്ഞ കാലത്ത് മറ്റുള്ളവരിതാക്കാനല്ലേ ഞാൻ നോക്കിയത്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഇത് കിട്ടി. അവരിതാക്കിയപ്പോൾ നല്ലൊരിതായി. ഇപ്പോൾ അവൻ നിർത്തിയിട്ട് എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാനും ബാക്കി കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവളെ നോക്കി. എന്നാലിപ്പോൾ അവൾ തുടർന്നു. ഇപ്പോൾ എന്നെ ആക്കുന്നതിൽ സന്തോഷം കിട്ടുന്ന ഒരാളെ എനിക്ക് കിട്ടി. എന്നെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു പുരുഷനെ കിട്ടി എനിക്കിപ്പോൾ. അതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം സണ്ണി? സണ്ണി ഒരിക്കലും ഞാൻ വഞ്ചിക്കില്ല. മറ്റാൾക്കാരോട് എനിക്ക് ഒരു അട്രാക്ഷനും തോന്നുന്നുമില്ല. ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. അവളുടെ കണ്ണുകളിൽ കത്തി നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ വെളിച്ചം എന്നെ അപ്പോൾ ചൂട് പിടിപ്പിച്ചു. സണ്ണി മറ്റൊരു രാത്രി സുഖകരമായ ഇതിന് ശേഷം സിഗരറ്റൊക്കെ കത്തിച്ചുകൊണ്ട് എലിസബത്ത് ചോദിച്ചു. ചുമ്മാ ചോദിക്കുക, ഞാനിങ്ങനെ എങ്ങാനും വേറെ ഏതേലും ആക്കടെ കൂടെ പോയി എന്നറിഞ്ഞാൽ സണ്ണിക്ക് എന്താ തോന്നുക? എനിക്കോ? എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. ചുമ്മാ ഒന്ന് സങ്കല്പിച്ച്. അവൾ കൈകൾ താഴേക്ക് നീക്കി അതിങ്ങനെ പിടുത്തിട്ട് പറഞ്ഞു. ഒരു ദിവസം സണ്ണിച്ചൻ ഓഫീസ് നേരത്തെ വന്നെന്ന് കരുത്. എനിക്കെൻ്റെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി നേരത്തെ പറയാതെ വീട്ടിൽ വന്നു എന്നൊന്ന് സങ്കല്പിച്ചോ. നമ്മുടെ ബെഡ്റൂമിൽ അന്നേരം സണ്ണിച്ചൻ ഒച്ചേനൊക്കെ കേൾക്കുന്നു.
എന്നെ ഒച്ചയനക്കും ഇന്ന് പോലീസ് ചുമ്മാ ഒച്ചയനക്കും. അതിങ്ങനെ ആക്കിക്കൊണ്ട് ഒരു മന്ത്രിക്കുന്ന സ്ഥലത്തിൽ അവൾ തുടർന്നു. നല്ല ഇതുകൊണ്ട് ഒരു സീൽക്കാരൊക്കെ ഇടുന്ന പെണ്ണിൻ്റെ ശബ്ദം, അതൊക്കെ ഇതാക്കുന്നൊരു ആണുങ്ങൾ കേൾപ്പിക്കുന്നൊരു സുഖമുള്ള മുരൾച്ച, ബെഡിളക്കി മറിക്കുന്നൊരു ശബ്ദം, ഇതൊക്കെ കേട്ടുകൊണ്ട് സനേശനകത്തേക്ക് വരുന്നത് ചുമ്മാ നോർത്തേ. അങ്ങനെ പറഞ്ഞ് എലിസബത്ത് അതൊന്ന് വിടർത്തി കണ്ണുകൊണ്ട് എന്നോട് അവിടേക്ക് പോവാൻ കാങ്ങിയും കാണിച്ചു. ഞാൻ കുനിഞ്ഞ് അതൊക്കെ ഒന്നാക്കി കൊടുത്തു. അന്നേരം അവൾ വീണ്ടും തുടർന്ന് പറയാൻ തുടങ്ങി. അന്നേരം സന്നിച്ചാ നിങ്ങൾ പതിയെ ഡോർ തുറക്കുന്നു. ഞാൻ ദേ ആ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. സണ്ണി എന്നാ ചെയ്യും? എനിക്ക് അവളുടെ ആ ഒരു എന്താ പറയുക, സുഖകരമായ നിസ്സഹായത നിറഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യത്തെ അറിയില്ല ലിസി. നീ എന്നാത്തിനാ ഇപ്പം ഇതൊക്കെ ചോദിക്കുന്നത്? ചുമ്മാ സങ്കല്പിക്കേ. എൻ്റെ മുഖം പിടിച്ച് വീണ്ടും ആടാക്കിക്കൊണ്ട് എലിസബത്ത് തുടർന്നു. ഒരു കറുത്ത നീണ്ട കട്ടിയുള്ള അതിങ്ങനെ ഇരിക്കല്ലേ, സണ്ണിയിലാണേ കുഞ്ഞതും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ ഞാനൊന്ന് പറയുന്നതൊന്ന് സങ്കല്പിക്കുക. അവൾക്കാണേ സുഖം കൊടുക്കായിരുന്നെങ്കിലും എലിസബത്തിൻ്റെ വാക്കുകൾ എന്തുകൊണ്ടോ എന്നെയും അതിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. അപ്പോൾ എൻ്റെ മുടിയിലേക്ക് അതൊന്ന് പിടിച്ച് വലിച്ചു. എന്നിട്ട് അതിങ്ങനെ അങ്ങ് ആക്കി. ഞങ്ങളങ്ങ് ശക്തമായിട്ട് തുടങ്ങി. സണ്ണി, അവൾ പിന്നെയും വിളിച്ചു. എന്നാ ചെയ്യും സണ്ണി? അന്നേരം നല്ല തറവാടി ആണുങ്ങളെപ്പോലെ അന്നേരം എൻ്റെ കവേന്ന് വന്നൊരു പൊക്കിടിച്ചടിച്ച് നാശാക്കും, അതോ ആദ്യമൊക്കെ നിന്ന് അതൊക്കെ എടുത്തൊന്ന് ഇതാക്കി ഒന്ന് വിട്ട് രസിക്കും? എന്തായിരിക്കും സണ്ണി ചെയ്യുക? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമയത്ത് പോയി ഇതൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവിടെ ഞങ്ങളുടെ പരിപാടി നടക്കുകയാണ് കേട്ടോ. അതിനുശേഷം പലതവണ എലിസബത്ത് ഓരോരോ ഇതൊക്കെ ആവർത്തിച്ചെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് അവൾക്ക് വല്ലാത്തൊരു ഇത് കൂടെ തന്നെ വരികയായിരുന്നു. അങ്ങനെ പലപ്പോഴും ഞങ്ങളാക്കുമ്പോൾ അവൾ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒരു കറമ്പൻ കരുത്തൻ അങ്ങനെ ഒരാളെന്തോ ആണ് എപ്പോഴും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു മൂർത്തിനാവസ്ഥയിൽ എലിസബത്തിനെ അനിൽ എന്ന് വിളിച്ചിരുന്നത് ഞാനൊന്ന് ശ്രദ്ധിച്ചു. അനിൽ അവളുടെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ആളായിരുന്നു. ആൾ ഇതാക്കിയിൽ വെച്ചിട്ടും ബെസ്റ്റായിട്ടുള്ളൊരാളാണെന്ന് അവൾ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അത് കേട്ട ഞാനതൊക്കെ അങ്ങ് ഒഴുക്കി കൊടുത്ത് പെട്ടെന്ന് വർത്തമാനകാലത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ദേ ആദ്യം കണ്ടത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഗൂഢമായ എന്തോ ഓർക്കുന്ന എലിസബത്തിനെയാണ്. പെട്ടെന്ന് അവൾ എൻ്റെ നേരെ നോക്കി. അതിലെ തിളക്കം എന്നെ ശ്രദ്ധിച്ചു. അല്പം മുമ്പ് അവളിൽ നിന്ന് കേട്ടത് തമാശയാണോ അതോ കാര്യമായി തന്നെ അവൾ പറഞ്ഞതാണോ? ലിസി, നീ പറഞ്ഞത് എന്നതാ? എനിക്കൊരു നിശ്ചയമുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. സിമ്പിൾ, അവൾ ചിരിച്ചു. സണ്ണി എൻജിനീയർ അല്ലേ, ഇലക്ട്രോണിക്സിലൊക്കെ പുലിയല്ലേ, ഒരു കുഞ്ഞു അറിയാത്ത രീതിയിൽ അത് മൊത്തം കുറച്ച് ക്യാമറ വെക്കാൻ എൻജിനീയർ സ്കില്ലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സീക്രട്ട് ക്യാമറ വെക്കുക, പലയിടത്തും പല ആംഗിളുകളും. എന്നിട്ട് IPL കാണാനോ IASL കാണാനോ വിനായകൻ സാറിനൊന്ന് വിളിക്ക്. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് പുറത്തേക്ക് പോ. ഞാൻ നാളെ വളയ്ക്കാം. അയാളെ കണ്ട് എന്നെ ഒന്ന് ഇതാക്കാം. മതി തെളിവ്. അയാൾക്കെതിരെ സോഫിയ അയാളുടെ പണ്ടവും കുടലും മാത്രമല്ല അതും ചേർത്തും. അയാൾ ഔട്ട്. പിന്നെ എളുപ്പമല്ലേ. ഞാൻ അല്പസമയം
ഒരു ഇതുപോലെ അങ്ങ് നോക്കി അവളെ. ബട്ട് ഞാൻ വിക്കി. മറ്റൊരാൾ നിൻ്റെ കൂടെ. ലിസി, നീ എന്തായി പറയണേ? പ്രിയനെ, അവൾ മന്ത്രിച്ചു. പ്രിയതമ്മ, ഭർത്താവേ, എൻ്റെ പൊന്നും കൂടെ. ഞാൻ ചുമ്മാ ജോക്കടിച്ചതൊന്നുമല്ല കുട്ടാപ്പി, ക്ഷമിക്കുക കേട്ടോ. എങ്ങനെ ദേഷ്യപ്പെടും? അവളെന്നെ ഇതാക്കല്ലേ. അത് ശരി, താഴേക്ക് കയ്യും പോകുന്നുണ്ട്. ബോസിനെ ഇതാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കണ്ട ആ ഇഷ്ടക്കേടും വിമിഷ്ടമൊന്നും കുഞ്ഞു സണ്ണിക്കില്ലല്ലോ ഇപ്പോൾ. അതും പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. അവൾക്കറിയാം എങ്ങനെ എന്നെ വശീകരിക്കണമെന്ന്. അവളത് ശരിക്കൊന്നും കൂടി ആക്കിച്ചിട്ട് 6 തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ലീവിന് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ വക്കീലിനെ കാണാൻ പോയി. വക്കീൽ തിരിച്ചും മറിച്ചും ഒക്കെ കേസ് വിശദമായിട്ട് പഠിച്ചു. എന്നിട്ട് പരീക്ഷണാഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി. ഒരു രക്ഷയില്ല സണ്ണി, വക്കീൽ നിരുന്മേഷനായി പറഞ്ഞു. ഏത് കോഴികുത്തിയ ഇൻ്റർനാഷണൽ വക്കീൽ വാദിച്ചാലും നീ പെട്ടുപോകും. നിൻ്റെ ഭാഗം വീക്കോട് ഓഫ് നല്ല വീക്ക്. വേറെ ഏതെങ്കിലും രീതിയിൽ അതിനൊന്ന് പെടുത്താൻ നോക്ക്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവും കാണുന്നില്ല. ബോർഡിലെ എന്നോട് താല്പര്യമുള്ള 3 പേരെ പിന്നെ ഞാൻ ചെന്ന് കണ്ടു. അവർക്കും വക്കീൽ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സണ്ണി, രാംകിഷോർ ബോർഡിലെ 3-ാമൻ പറഞ്ഞു. മുതലാളിയുടെ മരുമകനാകാൻ പോകുന്നവനാ വിനായകൻ. അവനെതിരെ കാട്ടുപന്നിക്കിട്ട് പൊട്ടിക്കുന്ന തരം വെടിമരുന്ന് തെളിവുമായിട്ട് വാങ്ങി. അല്ലെങ്കിൽ അവനെതിരെ നിന്ന നിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ട്രൗസറും കീറും കൊട്ടാ. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പട്ടി ചന്തയ്ക്ക് പോയി വരുന്നത് പോലെ. വിനായനെ ഒതുക്കണമെന്ന ചിന്ത ശക്തമായി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം വൈകുന്നേരം എലിസബത്തിൻ്റെ അമ്മ സാറാമ്മ വീട്ടിലേക്ക് വരുന്നത്. അധികം ദൂരെയൊന്നുമല്ല എലിസബത്തിൻ്റെ വീട്. സാറാമ്മയ്ക്കാണെങ്കിൽ 50-55 മേൽ പ്രായം ഉണ്ടാവണം. ഞങ്ങളുടെ വിവാഹത്തിന് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് ഏലിയസ് മരിച്ചു പോകുന്നത്. അതിൽ പിന്നെ ഒറ്റയ്ക്കാണ് കക്ഷിയുടെ താമസം. എജിക്കോം ഇല്ലേ, സ്മാർട്ട് ക്ലാസ് കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ഹെഡാണ് കക്ഷി. കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ച് പീസാക്കിയവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ നിമിഷ നേരം കണ്ടത് പൂർവ്വസ്ഥിതിയിലാക്കും. ഏത് ഇൻസൈൻ പാസ്വേഡും ക്രാക്ക് ചെയ്ത് സിസ്റ്റം ഹാക്ക് ചെയ്യും. ഈ സിദ്ധി മനസ്സിലാക്കി വലിയൊരു കമ്പനിയുടെ അവരെ പിക്ക് ചെയ്തതാണ് എഡ്ജിക്കോംബ്. ആഴ്ചയിൽ 2-3 തവണ എലിസബത്ത് അവരുടെ വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങൾ സന്തോഷിക്കുന്നത് മാത്രമല്ല ഉദ്ദേശം. ഞങ്ങളുടെ കോണയിലെ ജിമ്മിലെ അംഗമാണ് അവർ. അവിടെ കറിയും ചെയ്യാലോ. ജിമ്മിൽ പോയാലില്ലെങ്കിലും നന്നായി ശരീരം നോക്കുന്ന കൂട്ടത്തിലാണ് സാറമ്മ. ഈ പ്രായത്തിലും പറയേണ്ടതില്ല. ഈ പ്രായത്തിൽ നല്ല ഭക്ഷണ നിയന്ത്രണം അസാധ്യമാണ് പലർക്കുമെങ്കിലും സാറമ്മ അതിൽ പുലിയ. വേണ്ടാത്തതൊന്നും കഴിക്കില്ല. അമിതമായിട്ടൊന്നും തന്നെ കഴിക്കില്ല. രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ നടക്കും. മുഖത്തവിടെ ഇവിടെ ചുളികൾ വീഴാൻ തുടങ്ങിയിട്ടൊക്കെയുണ്ട്. എങ്കിലും അതിനൊന്നും കീഴ്പ്പെടാൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവരുടെ ആ തടിച്ചത് 1-2 നടച്ച് മുടിയിഴകൾ അവിടെ ആയിട്ട് കാണാനുണ്ട്. അവരുടെ സൗന്ദര്യവും മാദകത്വവും എലിസബത്തിന് കിട്ടിയിട്ടുണ്ട്. ശരീരം സംരക്ഷിക്കുന്നതിൽ എലിസബത്തിനുള്ള ശുഷ്കാന്തി അമ്മയിൽ നിന്നും കിട്ടിയത് തന്നെയാണ്. മുടങ്ങാത്ത വ്യായാമവും രാവിലെയും വൈകിട്ടും നീ നടത്തുമൊക്കെ എലിസബത്ത് അമ്മയിൽ നിന്നും സ്വീകരിച്ചതാണ്. മമ്മി എൻ്റെ ഇൻസ്പിറേഷൻ. അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കാപ്പി കുടിക്കാൻ ലിവിങ് റൂമിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. മമ്മിയുടെ അതൊക്കെ നല്ലവണ്ണം ആയിട്ടുണ്ട്. അവൾ അടക്കത്തിൽ സാറാമ്മയോട് ചോദിച്ചു. ഒന്ന് പോടി. സാറാമ്മ പെട്ടെന്ന് പറഞ്ഞു. അത് നീ പറയുന്ന പോലെ ആയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ആ സംസാരം ഞാൻ ശ്രദ്ധിക്കുന്നത് അവർ കാണുന്നത്. അവരൊരു നാണത്തോടെയും കൃത്രിമ ദേഷ്യത്തോടെയും എലിസബത്തിനെ നോക്കി. സണ്ണി കേട്ടപ്പം എന്നെ മമ്മി അവളെപ്പോഴും തിരിച്ചു ചോദിച്ചു. അതെന്നേലുമാകട്ടെ, മമ്മി ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ ഒത്തിരിയായില്ലേ? അത് കണ്ടില്ലേ സണ്ണിയുടെ വയറ് പോലെ. അതും പറഞ്ഞവൾ വയറുമേ പദ്യം നടിച്ചു. ശരിയാ, ഞാൻ എൻ്റെ വയറിലേക്കൊന്ന് നോക്കി. നല്ലതായിട്ടുണ്ട് ഇപ്പോൾ.
അതെങ്ങനെയാ, ടൈമില്ല, മനസ്സിനൊരു ഫ്രീ തോന്നുന്നുമില്ല. വെറുതെ മോനെ, എൻ്റെ വയറിലേക്ക് നോക്കി സാറാമ്മ പറഞ്ഞു. ഇവളീ പറയുന്ന പോലെ അങ്ങനെ വലിയ വയറൊന്നും മോനില്ല, ഇപ്പോഴും നല്ല ടിപ്പ് തന്നെയാണ്. സാറാമ്മ അപ്പം എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരൊന്ന് പിന്തിരിഞ്ഞു. അതൊക്കെ കണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് മുഖം തിരിച്ച്. അപ്പോൾ അവരെൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോനെ, പുഞ്ചിരിയോടും അല്പനാണത്തോടും എന്നെ നോക്കിയവർ വിളിച്ചു. ഇവള് പറയുന്ന പോലെ അത്രയ്ക്ക് ഇതായിട്ടുണ്ടോ? നല്ല ചൂടൻ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് കണ്ണു വെച്ച് അവരൊന്ന് നോക്കി. എന്തൊരു ചോദ്യമല്ലേ, ഒരമ്മയമ്മ മരുമോനോട് ചോദിക്കുന്ന ചോദ്യമാണോ അല്ലേ? എന്നിട്ട് ഞാൻ എലിസബത്തിനൊന്ന് നോക്കി. അവളാണ് കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിയിരിക്കുക. മമ്മി ചുമ്മി സണ്ണിനെ വെള്ളം കുടിപ്പിക്കല്ലേ, അതും പറഞ്ഞ് അവൾ സാറാമ്മയുടെ അവിടെ ഒന്ന് ഇതാക്കി വിട്ടു. കണ്ടോ, അവിടെ മൊത്തം പർവ്വതം കണക്കായി. നാളെ മുതൽ എൻ്റെ കൂടെ ജിമ്മിക്ക് വന്നേ പറ്റൂ കേട്ടോ. ശരി. എലിസബത്തിൻ്റെ കൈകൾ അപ്പോഴും സാറാമ്മയുടെ അവിടെ തന്നെ ആയിരുന്നു. ഈ പറയുന്ന പോലെ നാണക്കേട് വരാൻ പാകത്തിൽ ഒന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും നാളെ മുതക്കങ്ങ് വരാം. നാണക്കേടോ? അവൾ എഴുന്നേറ്റ് മുഖം സാറാമ്മയുടെ മുഖത്ത് നിന്ന് അടുപ്പിച്ചിട്ട് പറഞ്ഞു. ഈ ചുന്തിരി പെണ്ണിൻ്റെ കൂടെ ഞാൻ ജിമ്മിൽ പോയ ഒറ്റ മനുഷ്യനും എന്നെ നോക്കിയില്ല, എന്നിട്ട് പറയുക നാണക്കേടെന്ന്. അതും പറഞ്ഞവൾ സാറാമ്മയെന്ന് കെട്ടിപ്പിടിച്ച്. അപ്പോൾ ദേ സുഖം കണ്ട് സാറാമ്മ ഒന്ന് ഇളകിയപ്പോൾ അത് അറിയാത്തതായി അതപ്പോൾ എലിസബത്തും സാറാമ്മയും ഒരുമിച്ച് കണ്ടു ചിരിച്ചു. സണ്ണി, പെട്ടെന്ന് ഓർത്ത് എലിസബത്ത് പറഞ്ഞു. മമ്മിയുടെ അത് ഇങ്ങനെ മുഖത്ത് മുട്ടുന്ന കണ്ടപ്പോൾ ഓർമ്മ വന്നേ. മമ്മി ചോദിച്ചിന് സണ്ണിയൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട്, മുഴിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാടായില്ലേ ഇപ്പോൾ? അവൾ ചിരിച്ചു. അതും പറഞ്ഞ് അവൾ കൈ താഴേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരിത് കൊടുത്തു. എന്നാ പറയുന്ന സണ്ണി ഇത് കണ്ടിട്ട്? അവൾ സാറാമ്മയുടെ അതിങ്ങനെ ആക്കിക്കൊണ്ട് എന്നെ ചോദിച്ചു. പെണ്ണെ, നോവുന്നുണ്ട് കേട്ടോ. അവളുടെ കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് സാറാമ്മ പറഞ്ഞു. ഒന്ന് പോ മമ്മി. അവരുടെ കൈ ബലമായി വിടുവിച്ചുകൊണ്ട് എലിസബത്ത് വീണ്ടും അവിടെ ഒരു അടിയും കൊടുത്തു. പറ സണ്ണി, ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ പെണ്ണ്. സാറാമ്മ നാണത്തോടെ എന്നെ നോക്കി. പറ സണ്ണി. വീണ്ടും അവളുടെ കൈപ്പടം അവിടെ തന്നെ ആഞ്ഞു പതിച്ചു. അതിപ്പോൾ ലിസി, എന്ത് പറയണമെന്നറിയാതെ ആളെപ്പോലെ ഞാൻ അവളൊന്ന് നോക്കി. എലിസബത്തിനെ ഇഷ്ടമാകാത്തതുപോലെ നോക്കി. എൻ്റെ ഇതൊക്കെ മാർക്കിടാനല്ല പറഞ്ഞ്, മമ്മിയുടെ ഇതൊക്കെ അത് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അതും പറഞ്ഞ് അത് വീണ്ടും സാറാമ്മയുടെ ഇതാക്കി. മമ്മിയുടേത് ഭംഗിയാ കണ്ടോ? സാറാമ്മ വിജയിപ്പോലെ എലിസബത്തിനെ നോക്കി. നീ അല്ലേ പറഞ്ഞേ ഒത്തിരി ആയിട്ടെന്ന്, വണ്ണം വെച്ചിട്ട് കൊള്ളില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോൾ മോൻ പറഞ്ഞത് കേട്ടോ? ഞാനപ്പോൾ സമീപം കിടന്നൊരു കൃഷ്ണടുത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവും മുഖത്ത് വരുത്താതെ എൻ്റെ മടിയിലേക്കിങ്ങ് വെച്ചു. എന്തിനാ മടി വെച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂല. എൻ്റെ ഇത് സെറ്റായി തുടങ്ങി. അപ്പോൾ അത് സാറാമ്മ കാണാൻ പാടില്ലല്ലോ. ശരി. സാറാമ്മ ചിരിച്ചോണ്ട് എന്നെ ഒന്ന് നോക്കി. എനിക്കാണേ ആയ കാര്യം അവർക്ക് മനസ്സിലായിട്ട് തോന്നുന്നു. അവർ പിന്നെ എലിസബത്തിനൊന്ന് നോക്കി. നാളെ മുതൽ ഞാൻ പിന്നെയും വന്ന് തുടങ്ങാം. ഒരു ഓന് മുഖമുള്ള ട്രെയിനല്ലാതെ പുതിയ ആരും വന്നില്ലേടി. ചുള്ളന്മാർ പിള്ളേർ കുറേ വന്നിട്ടുണ്ട് മമ്മി. അതൊന്നും മമ്മി ബേജാറാകേണ്ട. എൻ്റെ ട്രെയിനർ എന്നെ കാണാൻ മോശ, ആളെ എടുത്തോ. നിൻ്റെ ട്രെയിനറോ? സാറാമ്മ അത്ഭുതത്തോട് ചോദിച്ചു. ആ ചുന്ദര കുട്ടപ്പനോ? നിന്നെ പോലുള്ള കൊച്ചു പിള്ളേരല്ലേ ട്രെയിൻ ചെയ്യിക്കും. എന്നെപ്പോലുള്ള വയസ്സുകളെ അയാളൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വരുമോ? ഒന്ന് പോവാ മമ്മി. മമ്മി 1-2 പ്രാവശ്യം കൂടി എൻ്റെ കൂടെ ജിമ്മി വന്നിട്ടില്ലേ? അന്നേരം അവൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെവിടെയാണ് മമ്മിയുടെ നോക്കിയെന്നൊക്കെ ഞാനത് പറഞ്ഞിട്ടില്ലേ മമ്മീനോട്?
സാറാമ്മ നാണത്തോടെ നേരെ നോക്കി. ഞാൻ കേട്ടില്ലാന്ന് വരുത്തി പുറത്തേക്ക് നോക്കി. സണ്ണിയുടെ മുമ്പ് വെച്ചാണോ അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയുന്നത്? പക്ഷേ ഒന്ന് പോമമ്പി. അവൾ വീണ്ടും ശബ്ദം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ സണ്ണി ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ എത്ര ഓപ്പണായിട്ടാണ് കുടുംബത്തെ ആളുകൾ സംസാരിക്കുന്നത്. എന്തിനധികം സിനിമകൾ പോലും എത്ര ഫ്രീ ആയിട്ടാണ് ഓരോന്നൊക്കെ പറയണേ. കാലം മാറോ മമ്മി? അല്ല, കാലം പറ്റി മാറി. ഓൾഡ് വാല്യൂസൊക്കെ ഇപ്പോൾ ഡസ്റ്റ്ബിന്നിലാണ്. എന്നിട്ടവൾ വീണ്ടും സാറാമ്മയുടെ അടക്കുന്നതാക്കി. അന്നേരവാ ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്ത അതെന്ന വാക്കുറക്കെ പറഞ്ഞ് എന്ന് വെച്ച് മമ്മി സണ്ണിയുടെ മുമ്പിൽ ഇങ്ങനെ നാണിക്കുന്നു. സാറാമ്മ പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഞാനും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതോ ഇനി ആ ചിള്ളൻ മമ്മിയുടെ അതൊക്കെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് വിടാൻ മമ്മി കണ്ടെത്തിയ അടവാണോ ഈ നാണം? നീ ഒന്ന് പോവണ്ണേ, സാറാമ്മ പറഞ്ഞു. അവനെങ്ങും എൻ്റെ മേത് നോക്കിയിട്ടൊന്നുമില്ല ഇതുവരെ. ഓ, അതെന്നാ വിഷമത്തോടെ പറയണേ. അതൊക്കെ നോക്കാത്തതിൽ ഭയങ്കര വിഷമമുള്ള പോലെ. സാറമ്മ അവളുടെ നേരെ കൈ വാങ്ങി. എൻ്റെ മമ്മി ഞാൻ കണ്ടായിരുന്നു. മമ്മി അടുത്ത ഹാളിൽ നിന്നല്ല ചെയ്തേ. അന്നേരം അവൻ്റെ കണ്ണ് രണ്ടും അവിടെ തന്നെയായിരുന്നു. കണ്ണ് മാത്രം വെളി വരുന്നത് ഞാൻ കണ്ടുള്ളൂ. വേറെ എന്തെങ്കിലും വെളി വരാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. അതും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. സാറാമ്മ വീണ്ടും ഒരു ലജ്ജയോടെ എന്നെ നോക്കി. എൻ്റെ മോനെ ഇവളെപ്പോഴും ഇങ്ങനാണോ? അവരെന്നോട് ചോദിച്ചു. ഓ, 24/7 ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങളിങ്ങനെ കിടക്കവേ എലിസബത്ത് ചോദിച്ചു, മമ്മിയുടെ അടക്കുന്നാക്കിയപ്പോൾ സണ്ണി ഒളിക്കണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടല്ലോ. എടി അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾ കൈയിലാക്കി. ഓ, എന്തല്ലേ ഇത് കുട്ടപ്പനായില്ലോ, റെഡിയായിട്ടിരിക്കുമായിരുന്നല്ലോ. ഞാൻ പുഞ്ചിരിച്ചു. എന്നാ ഇത് നേരത്തെ കൊച്ച് സണ്ണി ഏതേക്കും കാരണോ? അവൾ ടീസിങ് ടോണിൽ തന്നെ ചോദിച്ചു. മമ്മിയുടെ അവിടെയൊക്കെ ഞാൻ ഇതാക്കുന്നത് കണ്ടിട്ടാണല്ലേ? അവളുടെ ചോരത്തിൻ്റെ ചൂട് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊന്ന് തല കുലുക്കി. അങ്ങനെ മക്കൾ അമ്മമാരുടെ അവിടെയൊക്കെ പിടിക്കുമോ? അങ്ങനെ ഞെക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മുഴുമിപ്പിക്കാതെ നിർത്തി. പെട്ടെന്നായില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്തോ മമ്മിയുടെ അതെനിക്ക് പണ്ട് ഇഷ്ടമാണ്. അതിലൊക്കെ ആക്കാനും മമ്മിക്കും അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിലക്കിയിട്ടില്ല. അപ്പോഴേക്കും സണ്ണിക്കുട്ടൻ സ്റ്റാൻഡ് പഠിച്ചു. അന്നത്തെ കളി എന്ന് പറയുന്നത് ടപ്പിളാറാട്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2 പേരും സാറാമ്മയുടെ വീട്ടിൽ പോയി. അത്താഴമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ TV കാണുകയായിരുന്നു. അക്ഷയ് കുമാറിൻ്റെ കട്ട്പുത്ലി എന്നൊരു ഹൊറർ മൂവി ആമസോൺ പ്രൈമിൽ അതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയം എൻ്റെ മുഴുവൻ ശ്രദ്ധയും സിനിമയിലാണെന്ന് അറിഞ്ഞ സാറാമ്മ മകളോട് പറഞ്ഞു, എടി എൻ്റെ അത് 2 തൂങ്ങാൻ തുടങ്ങി. അത് തുടങ്ങിയോന്നൊരു സംശയം. അത്ര ഉച്ചത്തിലോ അത്തടക്കത്തിലോ അല്ല അവരത് പറഞ്ഞത്. എന്നാൽ ഞാൻ കേൾക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നത് അവരുടെ സ്വരത്തിലുള്ളത് പോലെ എനിക്ക് തോന്നി. ഇത് നോക്കി പറഞ്ഞേ. എലിസബത്ത് തിരിഞ്ഞ് സാറാമ്മയെന്ന് നോക്കി. അവരുടെ അന്ന് കണ്ണ് തിളപ്പിച്ച് അവൾ 1-2 സെക്കൻഡ് ഒന്ന് നോക്കി. അത് തൂങ്ങാൻ ചാൻസ് ഒന്നുമില്ല, അവൾ പറഞ്ഞു. ഇന്നാൾ നമ്മളിവിടുത്തെ കുളത്തിലെല്ലാം ഇതാക്കി തോർത്ത് മാത്രം എടുത്ത് കുളിച്ച് നോക്കണ്ടോ? അന്നേരം ഞാൻ കണ്ടതല്ലേ, ശരിക്കും നല്ലതാ മമ്മിയുടെ, നല്ല കൊഴുത്തിട്ട്, അതും ഈ ഏജൻ. ഓ, മതി വിവരണം. സാറാമ്മ ചിരിച്ചു. നീ ഒന്ന് നോക്കിക്കേ, അന്നേരം അറിയാമല്ലോ. ഓ ശരിയാ, മമ്മി ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അവളും എഴുന്നേറ്റു. ഞാൻ TV മാത്രം ശ്രദ്ധിക്കുന്നതെന്ന് വരുത്താൻ അല്പം കൂടി ഒതുക്കിക്കൂടിയിരുന്നു. സണ്ണി അവിടെ ഇരുന്ന് കട്ട്പുത്ലി ഒന്നുമാണേലും കാണട്ടെ, ഒരു സിനിമയുടെയൊക്കെ പേര്
മനുഷ്യർ കാണേണ്ട സിനിമയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും പേരിടുമോ? മമ്മി, ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എലിസബത്ത് പറഞ്ഞു. ഹോളി, ഞാൻ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ കോർണറിലൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതിലെ കണ്ണാടിയുടെ മുമ്പിലേക്ക് അവൾ ചുവട് വെച്ചു. ശരി മോളെ. സാറാമ്മയും കണ്ണാടിയുടെ മുമ്പിലെത്തി. എലിസബത്ത് പിന്നെ എന്നെ നോക്കുന്നത് ടി വിയുടെ അടുത്തിരുന്ന ചെറിയ കണ്ണാടിയിലൂടെ ഞാൻ കണ്ടു. സണ്ണിയെ, അതേ, അവളെന്നെ വിളിച്ചു. ഞാൻ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ കുറച്ച് ലേഡീസ് കാര്യങ്ങൾ ചെയ്യുക. തിരിഞ്ഞു നോക്കരുത് കേട്ടോ. സിനിമയിൽ കണ്ണ് പറിച്ചേക്കരുത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നേരം നോക്കിയേക്കരുതെന്ന്. ഞാനെന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരുകയാണ്. ഗേൾസ് ടോക്ക് എന്താണെന്നും അടുത്ത് എന്തൊക്കെ സംഭവിച്ചെന്നും നമുക്ക് അടുത്ത കഥയിൽ കേൾക്കാം. ഓക്കെ, ബൈ.